കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്, ഒരു പിൽഗ്രിമേജ്. യാതൊരു സംശയമില്ല. ഓരോരുത്തരെയും കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് പുത്രന്റെ ആത്മാവിനെ ഹൃദയത്തിൽ തന്ന് അവൻ്റെ ആലോചന അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക ട്രാക്കും നമുക്ക് തന്നിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ നാം ഓടണം. ഓട്ടം വലിയ വേഗത വേണമെന്നൊന്നുമില്ല, പക്ഷെ ലക്ഷ്യം നമുക്ക് മാറാൻ പാടില്ല. നിത്യജീവന്റെ പാതയിലാണ് നാം ആയിരിക്കുന്നത്. ആ നിത്യജീവൻ പ്രാപിക്കും, രക്ഷ സമ്പൂർണമായിട്ട് നേടിയെടുക്കും. നിശ്ചയമായിട്ടും ആ പിതാവിൻ്റെ മടിത്തണ്ടിലേക്ക് ചെന്നെത്തും. അപ്പൊ അതിലേക്കുള്ള ഓട്ടം അതൊരു ദീർഘയാത്ര തന്നെയാണ്, യാതൊരു സംശയമില്ല. സ്ഥിരത വേണം, അതാണ് ആവശ്യം. ഓട്ടം കുറച്ച് സ്പീഡ് കുറഞ്ഞാലും സാരമൊന്നുമില്ല. ട്രാക്ക് തെറ്റാതെ സ്ഥിരതയോടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ശത്രു ലോകത്തുണ്ട്, അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. രണ്ടാമത്, പഴയ മനുഷ്യൻ നമ്മിൽ സ്റ്റില്ലുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ആ പഴയ മനുഷ്യൻ കാണും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലുണ്ട്. നിശ്ചയമായിട്ട് ഈ ലോകത്തിന്റെ പ്രഭു, അതുപോലെ തന്നെ ലൗകികതയും, അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഒരുപോലെ തന്നെ നമുക്കെതിരായിട്ട് ഈ ട്രാക്കിലുള്ള നമ്മുടെ ഓട്ടത്തിനും തടസ്സം സൃഷ്ടിക്കുവാനായിട്ട് ശ്രമിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ അത് നമ്മെ കുരുക്കിലാക്കി കൊള്ളും. അതാണ്. അപ്പൊ അങ്ങനെയുള്ള കുരുക്കിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ ദൂതന്മാരാൽ കാവലിട്ട് നടത്തേണ്ടത് വളരെ പ്രാർത്ഥനയോടും കൃപ ആർജിച്ചുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ, ക്രിസ്തു യേശുവിലൂടെ എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയും. ത്രൂ ക്രൈസ്റ്റ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. അങ്ങനെയുള്ള ഒരു വിജയകരമായ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ നിർവഹിക്കണം. തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ അപകടങ്ങളാണ്, കുരുക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ? തടസ്സങ്ങളിൽ ഒന്ന് ദുശീലങ്ങൾ, ചില ശീലങ്ങൾ. അത് ആ പണ്ടേ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന ചില കാര്യങ്ങൾ, ചില ശീലങ്ങൾ. ചിലപ്പോൾ അത് ഹെഡിറ്ററി ആയിട്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്തുവാണ് ആ ദുശീലങ്ങൾ എന്നാണ് പറയുന്നത്? അത് നമ്മുടെ സൈഡിലൂടെ വരുന്ന ചില നമ്മളെ അറിയാതെ ചെയ്തു പോകുന്ന ജോലി. ഒന്ന്, ഈ ഗോസിപ്പിംഗ്, അല്ലെങ്കിൽ ഈ ആരാധനയൊക്കെ കഴിഞ്ഞാലും പിന്നെ ചില ആളുകൾ വേറൊരാളിനെ കുറിച്ച് ഇങ്ങനെ ചിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ഒരാളിനെ കണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഴയ ഒരു സുഹൃത്തെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ അയാളെ കുറിച്ച് വരെ കുറെ കമന്റുകളുണ്ട്. ഇതൊക്കെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ സ്വന്തം ആളുകളോടൊപ്പം മറ്റുള്ളവരെ കുറിച്ച് മോശമായ കമന്റുകൾ പറയുന്നത് തന്നെയാണ് വളരെ ആ ഒരു പാവം. അത് അവരെ ബാധിക്കുന്നില്ല, അത് നമ്മെ ബാധിക്കും. നമ്മുടെ ഈ ഓട്ടത്തിൽ അത് കുറച്ച് പിന്നിലേക്ക് വരും. അത് വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ യോജിപ്പിക്കും, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ദൂഷണങ്ങൾ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അസൂയമാണ്. അസൂയ. ഒരാള് നല്ല നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നല്ല പ്രസംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല പാട്ട് പറഞ്ഞു, അല്ലെങ്കിൽ കാണാൻ നല്ല പോകണം, അല്ലെങ്കിൽ നന്നായി വസ്ത്രം ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല ധനപരമായിട്ട് കുറച്ച് മുന്നിലാണ്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അസൂയയും ഗ്രഡ്ജിങ്ങും വെറുപ്പും വരും. അസൂയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെറുപ്പാണ്, പകയാണ്.
ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ പുറകിലേക്ക് തരണം ദൈവത്തിൻ്റെ ഉപരി. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി നന്ദി പറയുവാൻ കഴിയും. ദൈവം നമ്മെ നടത്തിയിരിക്കുന്ന വഴി, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം അവരെ നടത്തിക്കൊണ്ട് പോകണം. നമ്മളെ തന്നെ ഇത്രയും ആരോഗ്യത്തോടെ നടത്തുന്ന വലിയ ഇതൊക്കെ ഓർത്ത് ട്രൈ താങ്ക്സ്ഗിവിംഗ്, അതാണ് ഏറ്റവും ദൈവത്തെ സ്തുതിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയാൻ ശ്രമിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും മിണ്ടരുത്, സ്തോത്രം ചെയ്യുക. അതാണ് ആവശ്യം. ഇനിയും മറ്റൊരു കാര്യം, പ്ലഷേഴ്സ് ഓഫ് ലൈഫിനെ അതൊരു സന്തോഷം എന്ന് പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ സന്തോഷമല്ല, നെഗറ്റീവ് സന്തോഷം. മനസ്സിലായില്ലേ? ഒരിക്കലും അത് ജോയ് അല്ല, ഒരിക്കലും അത് റിജോയ്സിങ് അല്ല, ഒരിക്കലും അത് ഹാപ്പിനെസ് അല്ല, ഡിലൈറ്റ് അല്ല. ഡിലൈറ്റ്, ഹാപ്പിനെസ്, ജോയ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷിക്കുന്നത്, നമ്മൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുന്നത്, പല പല അതുപോലെയുള്ള കാര്യങ്ങൾ. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല. ചില സാധനങ്ങൾ, ചില വസ്തുക്കൾ, ചില സ്ഥാപനങ്ങൾ, ചില കള്ളുകട, സാലഡ്സ്, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആണ് അത്. അല്ലെങ്കിൽ പബ്ബ്, അല്ലെങ്കിൽ സ്ത്രീകളും എല്ലായിടത്തും എല്ലാവരും സ്വതന്ത്രമായി നടമാടുന്ന അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചീട്ടുകളി, അല്ലെങ്കിൽ അഴിക്ക, അങ്ങനെയുള്ള അടുക്ക കൂട്ടുകെട്ടുകൾ. അതിൽ അവരോട് ചേർന്നുള്ള ട്രിപ്പ്, യാത്രകൾ. പിന്നെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് സ്മാർട്ട് ഫോണാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ് സ്മാർട്ട് ഫോൺ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിണക്കം തീർക്കാൻ അതൊന്നും കൊടുത്ത് കൊടുക്കല്ലേ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൊടുക്കരുത്. അതാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ലൗകികമായിട്ടുള്ള പ്ലഷേഴ്സ് അതും വേറെ വിഷയമാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ മക്കളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് പലപ്പോഴും ഒഴുകി പോകുന്നു. അത് നമ്മുടെ ക്രിസ്തീയ വിജയത്തിന് ഓട്ടത്തിന് തടസ്സമാണ്. ഇനി ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഞാനിവിടെ നടത്തിയ സമയം ഇത്രയും. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സ്ഥിരതയോടെ ആത്മീയ വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിനെ സഹായിക്കുന്നതാകട്ടെ.